ബ്രേക്കിംഗ് സീഡിറ്റിൽ ഗുരുതര ചട്ടലംഘനം. സീഡിറ്റ് ഡയറക്ടറുടെ കാലാവധി അവസാനിച്ചിട്ടും ഡയറക്ടർ അതേ പദവിയിൽ തുടരുകയാണ്. CPM നേതാവ് TN സീമയുടെ ഭർത്താവ് G ജയരാജാണ് അനധികൃതമായി ഡയറക്ടർ സ്ഥാനത്ത് തുടരുന്നത്. ഈ മാസം 7-നാണ് ജയരാജിന്റെ കാലാവധി അവസാനിച്ചത്. വിവരങ്ങളുമായി TV പ്രസാദിന് മുമ്പ് ആദ്യം പ്രതികരണത്തിലേക്ക്. ജയരാജ് സാറിന്റെ ഉത്തരവ് ഇറങ്ങിയായിരുന്നു. എക്സ്റ്റൻഷൻ ഉത്തരവ് ഇറങ്ങിയിട്ടില്ല, അത് ചെയ്യുന്നതേ ഉള്ളൂ. ആണല്ലേ? TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഈ മാസം 7-നാണ് കാലാവധി അവസാനിക്കുന്നത്. ഇപ്പോൾ ദിവസങ്ങളുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. എന്താണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? അശ്മതി, ദിവസത്തിൻ്റെ വ്യത്യാസം എന്നുള്ളതല്ല, ഒരു ഉത്തരവ് അവസാനിച്ചു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പിന്നീട് അവർക്ക് അവിടെ തുടരാൻ കഴിയില്ല. കാരണം അങ്ങനെ ഒരു എക്സ്റ്റൻഷൻ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ അത് ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താനുള്ള അധികാരം ഏതൊരു ആൾക്കുമുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായ ഒരു പ്രശ്നം തന്നെയാണ്. കാരണം ജയരാജിൻ്റെ നിയമനവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നേരത്തെ തന്നെ ഉയർന്നതാണ്. അത് ബന്ധു നിയമന വിവാദവും യോഗ്യതയില്ലാത്തതുമടക്കമുള്ള നിരവധി വിവാദങ്ങളുണ്ടായിരുന്നു, വാർത്തകളുണ്ടായിരുന്നു, കേസുകളുണ്ടായിരുന്നു. അതിനെല്ലാം ഉപരിയായിട്ട് പിന്നീട് വിരമിച്ചതിന് ശേഷമാണ് CPM നേതാവ് TN സീമയുടെ ഭർത്താവ് കൂടിയായ ജയരാജിനെ സീഡിറ്റിൽ ഡയറക്ടറാക്കുന്നത്. ഡയറക്ടറാക്കിയതിന് പിന്നാലെ ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം അതിന് തുടർച്ചയും കൊടുത്തിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ നമ്മൾ മനസ്സിലാക്കുന്നു ഇതുപോലെ 2 ദിവസം കഴിഞ്ഞിട്ടാണ് എക്സ്റ്റൻഷൻ്റെ ഓർഡർ ഇറങ്ങിയതെങ്കിൽ പോലും ആ കാലയളവിൽ, അതായത് പദവിയില്ലാത്ത സമയത്ത് ഈ ജയരാജ് എന്ന് പറയുന്ന ഡയറക്ടർ ഓഫീസിലേക്ക് എത്തിയിരുന്നില്ല. ഇത് 7-ാം തീയതി ഇത് അവസാനിക്കുകയും എന്നാൽ 8ഉം 9ഉം 10ഉം തീയതികളിൽ അദ്ദേഹം ഓഫീസിലെത്തി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നിപ്പോൾ രാവിലെ 11:10 നമ്മൾ വിളിക്കുന്ന സമയത്തും ഉത്തരവ് ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. സ്വാഭാവികമായി ഒരു ഉത്തരവ് സർക്കാർ കൊടുക്കുമ്പോൾ അത് അവസാനിക്കുന്ന ഘട്ടത്തിൽ അത് പൂർണ്ണമായി പൂർത്തിയാക്കിയിട്ട് അന്ന് വൈകുന്നേരം തന്നെ ഇറങ്ങണം എന്നുള്ളതാണ്. ഇതിനർത്ഥം സ്മൃതി, ഉന്നതങ്ങളിൽ ബന്ധമുള്ളതുകൊണ്ട്, എക്സ്റ്റൻഷൻ കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഈ ഔദ്യോഗിക പദവി ഉപയോഗിക്കുകയാണ്, ഔദ്യോഗിക കാർ ഉപയോഗിക്കുകയാണ്, ഓഫീസിലെ എല്ലാ നടപടികളും ഡയറക്ടർ എന്ന രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ജയരാജിന്റെ നിയമനം തന്നെ ആ ഘട്ടത്തിൽ വിവാദമായിരുന്നതാണ്. ഇപ്പോൾ നീട്ടിക്കൊടുക്കുന്നു. 3 വർഷം മുമ്പ് വിരമിച്ചതാണ്, പിന്നെയും നീട്ടിക്കൊടുത്തു. ഇപ്പോൾ ഈ മാസം 7-ന് കാലാവധി അവസാനിക്കുമ്പോൾ വീണ്ടും നീട്ടുന്നു. അപ്പോൾ ഈ 3 വർഷത്തിന് ശേഷം നീട്ടിക്കൊടുത്ത പോലെ ഇനിയും നീട്ടിക്കൊടുക്കാനുള്ള പദ്ധതിയുണ്ടോ? എന്താണ് അറിയാനാകുന്നത്? സ്മൃതി, നീട്ടിക്കൊടുക്കുമെന്ന ആത്മവിശ്വാസത്തിലായിരിക്കുമല്ലോ ഒരുപക്ഷെ ഇങ്ങനെ വരാനുള്ള ഒരു കാരണം. അതല്ലെങ്കിൽ ഒരു കരാർ തീരുന്ന സാധാരണ ജീവനക്കാരനാണെങ്കിൽ അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കിട്ടാതെ പിന്നെ എങ്ങനെയാണ് അടുത്ത ദിവസം അതേ പദവിയിൽ ആ ഓഫീസിൽ വന്നിരിക്കാൻ കഴിയുക എന്നുള്ളതാണ്. കാരണം ഇതിനെയൊക്കെ പൂർണ്ണമായി നിയന്ത്രിക്കുന്നത് ഇങ്ങനെയൊരു സംവിധാനം തന്നെയാണ്. താൻ വിചാരിച്ചു കഴിഞ്ഞാൽ തനിക്ക് എന്തും ചെയ്യാം എന്ന് പറയുന്ന ആത്മവിശ്വാസം, അത് ഉന്നതങ്ങളിലെ പിടി തന്നെയാണ് എന്നുള്ളതാണ്. CPMൻ്റെ സമുദായ നേതാവ് TN സീമയുടെ ഭർത്താവ് കൂടി ആയതുകൊണ്ടാണ് വലിയ വിവാദങ്ങൾ സമീപകാലത്തെല്ലാം ഉണ്ടായത്. നമുക്കറിയാവുന്നതുപോലെ വിരമിച്ചതിന് ശേഷം ഇങ്ങനെയൊരു പദവി നൽകുന്നു. നേരത്തെ മുൻകാലങ്ങളിൽ സ്മൃതി, നമുക്കറിയാവുന്നതുപോലെ IAS ഉദ്യോഗസ്ഥർ മാത്രം കൈകാര്യം ചെയ്തിരുന്ന ഒരു പദവിയാണ് സീഡിറ്റിലെ ഡയറക്ടർ സ്ഥാനം. പിന്നീട് കഴിഞ്ഞ തവണ UDF സർക്കാരാണ് IAS-കാരനല്ലാത്ത ഒരാളെ സീഡിറ്റ് ഡയറക്ടറാക്കുന്നത്. അതിനുശേഷം പിണറായി വിജയൻ സർക്കാർ വന്ന് 2016 ഇങ്ങോട്ടേക്ക് പിന്നീട് IAS-കാരവിടെ വന്നിട്ടേ ഇല്ല. ഏറ്റവും അവസാനം 2019 ശേഷം ഈ പറയുന്ന ജയരാജ് സർവീസിൽ നിന്ന് വിരമിച്ചു, പിന്നീട് ഡയറക്ടറായിട്ട് എത്തുകയാണ്. അത് ഓരോ വർഷവും ഇങ്ങനെ പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. നിരന്തരം ആരോപണങ്ങളും വിമർശനങ്ങളും വിവാദങ്ങളും കേസുകളുമെല്ലാം നിറഞ്ഞ ഒരു പദവിയാണ് സീഡിറ്റിലെ ഈ ഡയറക്ടർ എന്ന് പറയുന്നത്. നമ്മൾ പറയുന്നത് ഈ വാർത്തയുടെ പ്രാധാന്യം, 7-ാം തീയതി കരാർ അവസാനിച്ച ഒരു ആൾക്ക് എങ്ങനെയാണ് 8-ാം തീയതിയും 9-ാം തീയതിയും 10-ാം തീയതിയും ഈ പദവിയിലുള്ള സർക്കാരിൻ്റെ കാറും അതുപോലെ പദവിയും ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഒന്നിക്കിൽ ഉന്നതങ്ങളിൽ നിന്ന് ഉറപ്പ് കിട്ടിയിരിക്കണം ഇതിൽ എക്സ്റ്റൻഷൻ ഓർഡർ വരും എന്നുള്ളത്. പക്ഷേ ഈ നിമിഷം വരെ, അതായത് 11 മണി കഴിഞ്ഞ് 25 മിനിറ്റ് ആവുന്ന ഈ സമയത്ത് പോലും ഉത്തരവ് പുറത്തിറങ്ങിയില്ല. പദവിയിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. സ്മൃതി.
വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, പ്രധാനപ്പെട്ട വിഷയമാണ് ഇപ്പോൾ പ്രസാദ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിലൊരു ഔദ്യോഗിക പ്രതികരണം വരുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. സിഡിറ്റിൽ ഗുരുതര ചട്ടലംഘനം തുടരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. സിഡിറ്റ് ഡയറക്ടറുടെ കാലാവധി 3 വർഷം മുമ്പ് അവസാനിച്ചിട്ട് വീണ്ടും നീട്ടിക്കൊടുത്താണ് ഇപ്പോൾ. ആ കാലാവധിയും അവസാനിക്കുകയാണ്. ഇപ്പോൾ 7-ാം തീയതി കാലാവധി അവസാനിച്ചിട്ടും എല്ലാം ഔദ്യോഗിക സ്ഥാനത്ത് നിൽക്കുമ്പോൾ ഉപയോഗിക്കുന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് അദ്ദേഹം തുടരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാനാകുന്നത്. അതിന്മേൽ തീരുമാനം എന്താകും എന്ന് അറിയേണ്ടതുണ്ട്. CPM നേതാവ് TN സീമയുടെ ഭർത്താവാണ് ജി ജയരാജ്.